ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലം വരെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറേ ചേച്ചിമാരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു വിഷയം വന്നത് ഭർത്താവ് എന്നുള്ളതായിരുന്നു ഒരു വിഷയം. അപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ചേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത വഴിക്ക് തന്നെ പറഞ്ഞു, ഞാൻ ആ വാക്കുകളോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ഓരോ ജീവിതം. അതിൽ ഭർത്താവിന് ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, നമുക്കും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഇല്ലേ. ഒരു സ്ത്രീനെ സംബന്ധിച്ച് പഠിച്ച് നല്ലൊരു ഉയർന്ന നിലയിൽ എത്തുമ്പോൾ വിവാഹം കഴിയുന്ന ആ നിമിഷം മുതൽ ഭർത്താവ് വരയ്ക്കുന്ന വരയിൽ മാത്രം ജീവിച്ച് ഒതുങ്ങേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് സ്വതസിദ്ധമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാത്തവർ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമാന്യം ഉള്ള ആളുകൾക്ക് മാത്രമാണ്. വിവേചന ശക്തി ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ജീവിതത്തിൽ പൊരുതി നിൽക്കാൻ സാധിക്കും. ഞാൻ ആ ചേച്ചിയുടെ വാക്ക് കേട്ടിട്ട് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കൂടെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ആ ചേട്ടൻ വലിക്കുന്ന ചിരടനനുസരിച്ച് ആ ചേച്ചി ഒരു പാവ, നമ്മളിങ്ങനെ ചിരട വലിക്കുന്നതിനനുസരിച്ച് പാവക്കൂത്ത് കളിക്കുമല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ലൊരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് കേട്ടോ. അവർ ഒരു സ്ഥലത്ത് നഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞോടുകൂടി ഇദ്ദേഹം പറഞ്ഞു ജോലിക്ക് പോകണ്ട, ജോലി അവർ നിർത്തി. 2 മക്കളുണ്ട്. ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് വൈകുന്നേരം വരെ നേരം പോക്കണേ? കാരണം എനിക്കിതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. ഞാനിങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു രീതി ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മക്കൾ ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ പോകും, ചേട്ടൻ കാലത്തൊരു 7 മണിയാകുമ്പോൾ ജോലിക്ക് പോകും. പിന്നെ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് വരുമ്പോൾ ഒരു 11 മണിയോടുകൂടി എൻ്റെ എല്ലാ ജോലി അവസാനിക്കും. കുറേ സമയം മൊബൈൽ നോക്കും. അത് കഴിഞ്ഞ് കുറച്ച് സീരിയലുകൾ കാണാനുണ്ട്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞ് ഒരു 3 മണിക്ക് ആവാറാകുമ്പോഴേക്കും കാപ്പിക്കുള്ളതൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് മക്കൾ വരുന്നു, അവർ കുളിയും എല്ലാ പരിപാടിയും അവസാനിക്ക് അവരുടെ തുണികൾ ചെറുതായിട്ടുള്ളതൊക്കെ മാറ്റി വെച്ച് പിന്നെ വൈകുന്നേരത്തിനുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഒരു ദിവസം അവിടെ തീരാണ്. സത്യത്തിൽ ആ ചേച്ചി ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നും ഇതേ റുട്ടീൻ തന്നെയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ജോലിക്ക് പോകുന്നവർ ഇതേപോലെ തന്നെയൊക്കെ റുട്ടീനോട് കൂടിയല്ലേ പോകുന്നേ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ജീവിതം തന്നിട്ടുണ്ടല്ലോ. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം, ഒരു ജോലിയില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് കേട്ടോ. നമ്മളിടയ്ക്കൊക്കെ ഈ വൃദ്ധസദനങ്ങളും അതുപോലെ അനാഥ മന്ദിരങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അവിടെ എത്രമാത്രം ആളുകളാണ്. ചില ബുദ്ധിമാന്ദ്യമൊക്കെയുള്ള കുട്ടികളൊക്കെ കാണുമ്പോണ്ടല്ലോ, അവരെ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, അവർക്ക് ജീവിതത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറച്ച് നമുക്ക് നമ്മുടെ ഒരു ലെവലിനനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നതിനനുസരിച്ച് മാത്രം കീ കൊടുത്ത് ഓടുന്ന ഒരു പാവയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടിയെങ്കിലും ഉപയോഗിക്കണം. ജോലിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ജോലിയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. പിന്നെ മടി പിടിച്ചിരിക്കുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും പറയും, വീട്ടിൽ ഈ ജോലി കഴിയുമ്പോൾ എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ തോന്നലാണ്. നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ അതേത് വെല്ലുവിളികളെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പരുന്തിനെ കണ്ടിട്ടുണ്ടോ? പരുന്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ കിളികളിലും വെച്ചിട്ട് ഏറ്റവും ഉയരങ്ങളിൽ സഞ്ചരിക്കുന്നത് പരുന്താണ്. കാരണം അത് മേഘങ്ങൾക്ക് മുകളിൽ പറക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
കാറ്റ് വരുമ്പോൾ ആ കാറ്റിനനുസരിച്ച് അത് ഗതി മാറ്റിക്കൊണ്ട് പറന്നു അകലുകയാണ്. ഇതുപോലെ തടസ്സങ്ങളും പ്രലോഭനങ്ങളും താഴ്ത്തിക്കെട്ടലുകളും അവഗണനകളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് പറന്നുയരാനായിട്ട് സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ നല്ലൊരു വ്യക്തിത്വം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ശരിയല്ലേ? താങ്ക് യു.